ഹലോ ഡിവൈൻ സോൺ ടാരറ്റിലേക്ക് സ്വാഗതം. വീക്ക്ലി പ്രിഡിക്ഷൻ എടുക്കാം. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ പറഞ്ഞിട്ട് മൂന്ന് ടൈപ്പ് കാർഡ്സ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് മെസ്സേജ് വരുന്നത് എന്നുള്ളത് നോക്കാം. യൂണിവേഴ്സ് എന്താ അയക്കണം എന്നുള്ളത്. കാർഡിൻ്റെ കൂടെ കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് എനർജി എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ നോക്കണം. കമൻറ്റിൽ സക്സസ് എന്ന് ടൈപ്പ് ചെയ്യണം. സോ നമുക്ക് എന്താ മെസ്സേജ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഒരു പാസ്റ്റ് എന്നുള്ള കാർഡ് മീനിങ്ങിന് 4 കാർഡാണ് ഷഫൽ ചെയ്തിരിക്കുന്നത്. പ്രസൻറ്റിനും അതേമാതിരി 4 കാർഡ് ഷഫൽ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിനും അതേമാതിരി 4 കാർഡ് ഷഫൽ ചെയ്തിട്ടുണ്ട്. എന്താ മെസ്സേജ് വരുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിട്ട് ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഫുൾ കാർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ തൊട്ട് നമുക്ക് ഒരു 25 to 27 വയസ്സ് വരയ്ക്കുള്ള പാസ്റ്റ് നോക്കാം. നമുക്ക് ഫുൾ കാർഡ് ന്യൂ ബിഗിനിങ്, ഇന്നോസെൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. നല്ല സ്പിരിറ്റും നല്ല ഒരു ജേർണി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നന്നായി പഠിക്കണം, നല്ലതായിട്ടിരിക്കണം, നല്ല ഒരു ജോലിയിലായിരിക്കണം, നല്ല ഒരു എന്തെല്ലാം ഒരു പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് തന്നെ വളർന്ന ഒരു കുട്ടികളായിരിക്കാം ഇത്. പിന്നെ അടുത്ത കാർഡ് വന്നിട്ട് മജീഷ്യനാണ്. മജീഷ്യൻ പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യുക, പവർ, നല്ല ഒരു പവറും നല്ല ഒരു നോളജും സ്പിരിച്വാലിറ്റി, ദൈവത്തിൻ്റെ ഭക്തികൾ, ഇൻറ്റ്യൂഷൻ, നമുക്ക് നല്ല ഒരു സിക്സ്ത് സെൻസ് ഉണ്ടാവും എന്ന് പറയില്ലേ, കേട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരാളെ കാണുമ്പോഴോ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോഴോ ഇവരിങ്ങനെ പറയുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കത് ശരിക്കും മനസ്സിലായില്ല, ഇതിങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് അങ്ങനെയാണ് അല്ലേ എന്നൊക്കെ തോന്നില്ല നമുക്ക്. അതിനാണ് ഇൻറ്റ്യൂഷൻ. ആ ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക് മനസ്സിലാക്കുക. പിന്നെ നല്ലൊരു കണക്ഷൻ, ഡിവൈൻ കണക്ഷൻ ഉണ്ടാകും, ദൈവഭക്തികൾ നന്നായിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു കാർഡാണ് രണ്ടാമത്തെ കാർഡ്. മൂന്നാമത്തെ കാർഡ് വന്നിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫൈനാൻഷ്യൽ അബണ്ടൻസ്, സക്സസ്ഫുൾ, സ്റ്റേബിൾ, മാനിഫെസ്റ്റേഷൻ, ഗോൾസ് എല്ലാം ഉണ്ടാവുന്ന ആൾക്കാരാണിത്. എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലിരുന്ന് നല്ല ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനും അമ്മയായിരിക്കുക, നല്ല പഠിക്കാനും എല്ലാറ്റിനും നല്ല ഒരു സ്റ്റേബിളായിട്ടുള്ള എല്ലാം കൊണ്ടും നല്ല ഒരു സക്സസ്ഫുള്ളായിട്ട് സ്റ്റേബിളായിട്ടുള്ള ആളായിരിക്കുക എന്ന്. നാലാമത്തെ കാർഡ് ഏസ് ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സ്വാർഡ്സ് പറഞ്ഞാൽ ക്ലാരിറ്റി, ബ്രേക്ക് ത്രൂ, മെൻ്റൽ ക്ലാരിറ്റി ആയിരിക്കട്ടെ, സത്യമേ വർത്താനം പറയുള്ളൂ, പുതിയ പുതിയ ഐഡിയകൾ, നല്ല ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉള്ള ഒരാളായിരിക്കുക. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല ഒരു സ്റ്റേജിലായിരിക്കുക, വളർന്നതും എടുത്തതും എല്ലാം നല്ല ഒരു സ്റ്റേജിലായിരിക്കുക. പിന്നെ പഠിത്തത്തിലും ആയിരിക്കട്ടെ, എന്തൊന്ന് ചെയ്യണമെങ്കിലും ആലോചിച്ചിട്ട് നിദാനമായിട്ട് എന്താ വേണ്ടത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വലിയ ഒരു റെസ്പെക്റ്റോടുകൂടി, ചെറിയ കുട്ടികൾക്ക് സ്നേഹത്തോടുകൂടി വർത്തമാനം പറഞ്ഞിട്ട് എടുത്തിട്ട് നല്ല ഒരു വളർന്ന ഒരു ആൾക്കാരാണ് ഈ കാർഡുകൾ വന്ന ആൾക്കാരൊക്കെ. നല്ല ഒരു പോസിറ്റീവ് എനർജിയും നല്ല ഒരു പോസിറ്റീവ് വൈബും ഉള്ള ആളായിരിക്കാം. പിന്നെ ഇനിയൊന്നും എന്താ പറയണമെന്ന് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ കാർഡ് നോക്കുന്നവർക്ക്, പാസ്റ്റിൻ്റെ നോക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ശരിക്കും അവർ ഇത് 3 കാർഡും പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇത് നോക്കിയിട്ട് ശരിയായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ സക്സസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്രസൻറ്റ് കാർഡ് എന്താ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ എന്താ രണ്ടാമത്തെ കാർഡിൽ എന്താ മെസ്സേജ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രസൻറ്റ് എല്ലാവർക്കും ഈ വായിക്കുന്നതെല്ലാം വീഡിയോ നോക്കിയിട്ടെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യൂ. ഫേസ്ബുക്കിലും സെയിം ഡിവൈൻ സോൺ ടാരറ്റ് എന്നാണ് ഫേസ്ബുക്കിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. സോ അതും ഒന്ന് പോയി നോക്കണം എല്ലാവരും. ആദ്യത്തെ കാർഡ് പ്രസൻറ്റിൽ വന്നിട്ട് എന്താ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എംപറർ കാർഡാണ്. എംപറർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. എന്താ കാരണം പറഞ്ഞാൽ ഈ നമ്മൾ ആദ്യം പാസ്റ്റിൽ നോക്കിയ അതേ അവരുടെ അച്ഛനായിരിക്കട്ടെ, ലീഡർഷിപ്പായിരിക്കുക, വളർന്നതും രീതിയും എല്ലാം ഭയങ്കര ഡിസിപ്ലിനായിട്ട് ഓർഡറോടുകൂടി വളർന്നതായിരിക്കുക. നല്ല ഒരു ചാർജ്, അതെങ്ങനെയാണ് പറഞ്ഞാൽ എന്തൊന്നിനും ഇവരും അതേമാതിരി നല്ലൊരു ലീഡർഷിപ്പിൽ വളർന്നതായിരിക്കുക. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഡിസിപ്ലിനോടുകൂടി എന്തൊന്നും നടക്കാൻ രീതികളെല്ലാം ഭയങ്കര ഡിസിപ്ലിനോടുകൂടി ഉണ്ടാകും. രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ദ വേൾഡ്. വേൾഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫുൾഫിൽമെൻ്റ് ആയിട്ടുള്ള ഒരു മനസ്സായിരിക്കും അവരുടെ. എന്ത് ചെയ്യണമെങ്കിലും ഫുള്ളായിട്ട് ചെയ്യണം, പകുതിക്ക് നിർത്തുക, പകുതിക്ക് വിടുക, അങ്ങനെയൊന്നുമില്ല. നല്ല അച്ചീവ്മെൻ്റ് ആയിരിക്കുക. നിറയെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർ. കുറേ ട്രാവൽ ചെയ്യും. എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സായിട്ടും ഫാമിലി ആയിട്ടും അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്ന സമയത്തായിക്കോട്ടെ, അങ്ങനെ ട്രാവൽ നിറയെ ചെയ്യും. കോസ്മിക് എനർജി ഇവർക്ക് നല്ലോണം ഉണ്ടാവും. അങ്ങനെയാണ് ഇവരുടെ ഒരു സ്വഭാവവും ഇതെല്ലാം. പിന്നെ ഇവർ നന്നായി സ്ട്രിക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഇവരുടെ എല്ലാ ജോലികളും ഭയങ്കര ഡിസിപ്ലിനായിട്ടും നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും ഇവർ. പിന്നെ മൂന്നാമത്തെ കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് വാൺസ് ആണ്. നൈറ്റ് ഓഫ് വാൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ആംബിഷൻ ഉള്ള ആൾക്കാരായിരിക്കാം, നല്ല ഒരു എനർജി
കോസ്മിക് എനർജി നല്ലോണം ഉണ്ടാവും ഇവർക്ക്. നാച്ചുറൽ എനർജി, അതായത് നല്ല ഒരു എങ്ങനെ പറയുക, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സും എനർജിയൊക്കെ നല്ലമാതിരി കിട്ടുന്നതായിരിക്കുക. എന്തൊരു ജോലിക്കും റിസ്ക് എടുക്കാനുള്ള റെഡി ആയിരിക്കുക ഇവർ. പിന്നെ അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും. ആൾക്കാരുടെ അടുത്ത് നന്നായി വർത്തമാനം പറയാനും സ്നേഹത്തോടു കൂടി ഇരിക്കാനും, വീട്ടിലുള്ളവരുടെ അടുത്തായിക്കോട്ടെ പുറത്തുള്ളവരുടെ അടുത്തായിക്കോട്ടെ കമ്മിറ്റ്മെൻറ്റിൽ വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ആൾക്കാരായിട്ടൊക്കെ. എന്തൊരു കാര്യം ഡിസിഷൻ എടുക്കണൊക്കെ പെട്ടെന്ന് എടുക്കുന്ന ആൾക്കാരായിരിക്കുക. പിന്നെ ലാസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. എമോഷണലായിട്ട് ഇവർ ഭയങ്കര വീക്കാണ്. എങ്ങനെയാണ് പറഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എടുത്താലോ ഭയങ്കര എമോഷണലായിട്ട് കുറച്ച് ആലോചിച്ചുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. പിന്നെ നല്ലൊരു ക്രിയേറ്റീവ് എക്സ്പീരിയൻസും നല്ലോണം ഉണ്ടാവും ഇവർക്ക്. അങ്ങനെയുള്ള ഒരു മെസ്സേജ് എന്തോന്ന് വന്നാലും അത് പെട്ടെന്ന് ഇവർക്ക് ആ ഒരു നല്ല ഒരു സ്കില്ലായിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാനും നല്ല മുന്നിലേക്ക് വരുന്ന ആൾക്കാരായിരിക്കും ഇവർ. ഒന്നിനും പേടിക്കില്ല എന്ത് ചെയ്യാമെന്ന്. പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് കാർഡ് നോക്കാം. പേജ് ഓഫ് വാണ്ട്സ് ആണ്. പേജ് ഓഫ് വാണ്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റി നോക്കാനും ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാനും, ഇവരുടെ പാഷൻ തന്നെ ഭയങ്കര കുറേ ഉണ്ടാവും ഇവർക്ക്. പാഷൻ എങ്ങനെയാണ് പറഞ്ഞാൽ, പഠിക്കാനായിക്കോട്ടെ, എന്തെങ്കിലും ജോലി ചെയ്യാനായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് കുറേ ഇവർക്ക് അറിയുന്നതായിരിക്കും. അല്ല പഠിച്ചിട്ടുണ്ടാവും ഇവരങ്ങനെ ഒരു നല്ല നല്ല എന്തെങ്കിലുമൊക്കെ കുറേ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക്. പിന്നെ ഗുഡ് ന്യൂസ് ഇവർക്ക് അപ്പോൾ അവാർഡുകളും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും ജോലി ചെയ്തവിടെ ആയിരിക്കട്ടെ എന്തായിരിക്കട്ടെ പ്രൊമോഷൻസൊക്കെ കുറേ വരുന്നതായിരിക്കും ഇവർക്ക്. അങ്ങനത്തെ ഒരു ആൾക്കാരായിരിക്കും അവർ. പിന്നെ അടുത്ത കാർഡ് വന്നിട്ട് 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കുറേ ഓപ്പർച്യൂണിറ്റി ഒരു മിസ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ചെയ്യുന്ന ജോലിക്ക് ശരിക്കുള്ള ഒരു എന്താ പറയുക, ശരിക്കുള്ള ഒരു കൂലി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ജോലി ചെയ്യാൻ പോവില്ലല്ലോ. അങ്ങനെ ഒരു തിങ്കിങ്ങിൽ ഇവർ കുറേ ജോലികളും കുറേ ഓപ്പർച്യൂണിറ്റീസൊക്കെ വിട്ടിട്ടുണ്ടാകും. പിന്നെ ഹാർമോണി ആയിട്ട് ഇവർക്ക് നല്ല ഒരു കണക്റ്റീവ് ഉണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സും നല്ല ഒരു കണക്റ്റീവ് ആയിട്ടുള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയാലും ഇവർക്ക് നല്ല അച്ചീവ്മെൻറ്റായിട്ടേ വരുള്ളൂ. എന്തൊരു കാര്യം നല്ല അച്ചീവായിട്ട് വരും. പിന്നെ ആൾക്കാരുടെ അടുത്ത് നന്നായി വർത്തമാനം പറയാനായിക്കോട്ടെ, എന്തൊന്നിനും നല്ല ഒരു സ്റ്റേബിളായിട്ട് നിന്ന് വർത്തമാനം പറയും. സ്ട്രോങ് ആയിട്ട് എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, ഇന്നതേ ചെയ്യണം എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് സ്ട്രിക്റ്റായിട്ട് വർത്തമാനം പറയുന്ന ഒരാളായിരിക്കുക. നല്ല ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് പറഞ്ഞാൽ, ചെറുപ്പത്തിലേ ഇരുന്ന് ആ ഒരു വന്ന വഴി നല്ല ഒരു ഇതായതുകൊണ്ട് എന്ത് ചെയ്യണമെങ്കിലും നല്ല ഒരു സ്ട്രോങ് ആയിട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ആ ഒരു ജോലി കറക്റ്റായിട്ട് ചെയ്ത് തീർക്കുന്ന ആൾക്കാരായിരിക്കാം. പിന്നെ ഇനിയൊരു കാർഡ് വന്നിട്ട് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു കാര്യം നല്ല ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇവർക്ക് ജനനേ അങ്ങനത്തെ ഒരു കഴിവുണ്ട്. ചിലർ പറയില്ലേ, ബൈ ബർത്ത് നമുക്കൊരു കഴിവുണ്ടാകും, അത് നമുക്കറിയില്ല. ചില ആൾക്കാരായിട്ട് നമുക്കതൊക്കെ കുറേ അനുഭവിക്കുമ്പോൾ നമുക്കത് ഓരോന്നായിട്ട് വരുന്നതാണ്. ആ ഒരു ഇത് എന്തുണ്ടെങ്കിലും ശരിക്കും വർത്തമാനം പറയുള്ളൂ, കളവ് പറയില്ല, നല്ല ലീഗലായിട്ട് എന്തും വർത്തമാനം പറയുള്ളൂ. അങ്ങനെ എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ലീഗലായിട്ട് തന്നെ ഡിസിഷൻ എടുക്കുള്ളൂ. അവരുടെ ഒരു ഇത് വന്നിട്ട് ബാലൻസിങ് ആയിട്ട് തന്നെ തോട്ട്സും എല്ലാം നല്ല ഒരു ബാലൻസിങ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. പിന്നെ 8 ഓഫ് വാണ്ട്സ് ആണ് 4th കാർഡ് വന്നിരിക്കുന്നത്. നല്ല ഒരു കമ്മ്യൂണിക്കേഷനായിട്ടോ പ്രോഗ്രസീവായിട്ട് എന്തും തിങ്ക് ചെയ്യും. നല്ല പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ട് ഇവർക്ക്. പിന്നെ ഇപ്പോൾ ഈ ഏജിൽ വന്നിട്ട് നല്ലൊരു എല്ലാം ഫൗണ്ടേഷനൊക്കെ പറഞ്ഞില്ലേ നല്ലമാതിരി ഇട്ട് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഏതൊരു ഓബ്സ്റ്റക്കിൾസും ഉണ്ടാകില്ല. എന്തൊരു കാര്യം നല്ല ക്ലീനായിട്ട് ആലോചിച്ചിട്ട് അത് ക്വിക്ക്ലി നല്ല ഒരു എഫേർട്ട് ഇട്ടിട്ട് നന്നായിട്ട് ചെയ്ത് തീർക്കുന്ന ഒരാൾക്കാരായിരിക്കും അവർ. സോ ഏജ് ആകുന്ന സമയത്ത് ഇവർക്ക് അങ്ങനത്തെ ഒരു യാതൊരു ഫ്യൂച്ചർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ഒരു സമയം നല്ല ഒരു ഇതുമായിരിക്കുക. വേസ്റ്റായിട്ട് ടൈമൊന്നും വേസ്റ്റായിട്ട് കളയാത്ത ഒരാൾക്കാരായിരിക്കും അവർ. എന്തൊന്നും ലേസിനെസ് ഉണ്ടാവില്ല അവർക്ക്. നാളെ ചെയ്യാം, ഇന്ന് ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചെയ്ത് തീർക്കുന്ന ഒരാൾക്കാരായിരിക്കും അവർ. അതുകൊണ്ട് നല്ല പാസ്റ്റും നന്നായിട്ടുണ്ട്, പ്രസൻറ്റും നന്നായിട്ടുണ്ട്, ഫ്യൂച്ചറും നന്നായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വ്രിസ്റ്റിൽ വന്നിട്ട് നമ്മൾ ഈ പ്രാവശ്യം ഞാൻ ലാസ്റ്റ് വീക്കിൽ വേറെ ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീക്കിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിലും എല്ലാറ്റിനും സക്സസ് കാണാൻ വേണ്ടിയിട്ട് 708 പറഞ്ഞിട്ട് ഗ്രീൻ കളറിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളൊരാഴ്ച എഴുതി നോക്കൂ, നല്ലൊരു മിറാക്കിളായിട്ട് വരും. പൊതുവേ പറയില്ല ആൾക്കാർ എന്തൊന്നിനും നമ്പേഴ്സ് വന്നിട്ട് നല്ല ഒരു പവർ ഉണ്ട്. പക്ഷേ അതിന് വിശ്വാസം വേണം, ഉണ്ടെങ്കിൽ മാത്രമേ അത് പവർ ഉണ്ടാവുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത്, ഡെത്ത് ഓഫ് ബർത്ത്, പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ എന്തൊന്നിനും നമ്മൾ ഡേറ്റ് ആൻഡ് നമ്പർ തന്നെയല്ലേ നോക്കുക. സോ നമ്പറിന് അതിൻ്റെ ആയിട്ടുള്ള ഒരു പവർ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് എഴുതി നോക്കൂ. ഗ്രീൻ കളർ പെന്നിൽ
708 പറഞ്ഞിട്ട് എഴുതി നോക്കൂ. 1 വീക്ക് എഴുതി നോക്കൂ. ഇതിലിപ്പോൾ ഒന്നുമില്ല. ഗ്രീൻ പെന്നിൽ എഴുതിയിട്ട് ഒരു വിശ്വാസത്തോടു കൂടി എഴുതൂ. നല്ല എന്തോ ഒരു മിറാക്കൽ നടക്കാൻ പോകുന്നുണ്ട് എനിക്ക്. ആ ഒരു ഇൻറ്റ്യൂഷൻ, നമ്മളൊരു വിചാരം വിചാരിച്ചിട്ട് എഴുതൂ. ആ വിചാരം ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കാനുണ്ട് എന്നുള്ളത് വിചാരിച്ചിട്ടേ എഴുതൂ. നിങ്ങൾ നോക്കാം, നമുക്ക് യൂണിവേഴ്സ് മെസ്സേജ് എങ്ങനെയൊക്കെ വരുന്നതെന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. പെട്ടെന്ന് ശരിയാകുമോ നമുക്കറിയില്ല അതിൻ്റെ കാര്യം. സോ വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഫുള്ള് കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും 10 മിനിറ്റ് വീഡിയോ ക്ഷമയോടുകൂടി ഇരുന്ന് നോക്കിയതിന് വളരെ വളരെ താങ്ക്സ്. ഞാൻ വായിക്കണ ഏത് കാർഡാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ കാർഡിന് മെസ്സേജ് അയക്കൂ. അതേമാതിരിയുള്ള കാർഡ് നമുക്ക് വായിക്കാം. ടാരോ കാർഡ്, സായിബാബ കാർഡ്, കാളിമ കാർഡ്, ഇങ്ങനെ പല കാർഡുകൾ ഞാൻ വായിക്കുന്നതാണ്. പിന്നെ ക്രിസ്റ്റൽസ് ബ്രേസ്ലെറ്റും കൂടി സെയിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് വീക്ക് അതിനെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ അയക്കാം. പിന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പേഴ്സും ഞാൻ തരാം. നിങ്ങൾക്ക് പേഴ്സണൽ ടാരോ റീഡിങ് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഈ ഫോൺ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓൺലി വാട്സാപ്പ് കോൾ മാത്രം. യു ക്യാൻ കോൺടാക്റ്റ് മീ. താങ്ക് യു.